അഞ്ജന കണ്ണെഴുതി ആലില. കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈശ്വര, ഇത് വല്ലാത്തൊരു ഗുലുമാലായിരിക്കണം. നേരം വെളുത്താൽ തുടങ്ങും, മനുഷ്യനൊന്നും ഒരുങ്ങാൻ സമ്മതിക്കില്ല. അതെ അമ്മേ, ഞാൻ ഒരുങ്ങുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാശിനാണ്. ഞാൻ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഒരുങ്ങുന്നത് അത് എൻ്റെ ഭർത്താവിൻ്റെ കാശിനാണ്. അത് നിങ്ങൾക്ക് എന്താണ്? ഞാൻ നിങ്ങളുടെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പൈസയ്ക്കൊന്നും അല്ലല്ലോ വാങ്ങിച്ചൊരുങ്ങുന്നത്. വല്ലവരും പറയണമെങ്കിൽ അതിന് നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളുടെ ബന്ധുക്കളുടെയും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ കഴിയില്ല. ഞാൻ ജീവിച്ചു വന്ന രീതിയിലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കുറേ നാളോട് ഞാൻ കേൾക്കുന്നു. നാത്തും വല്ലതും പറഞ്ഞാൽ നാത്തുവിൻ്റെയോട് പറയണം. നാത്തുവിൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കാര്യം നാത്തു നോക്കിയാൽ മതി, എൻ്റെയിൽ വരണ്ട. എനിക്കൊന്ന് ഒരുങ്ങിക്കൂടാ? എനിക്കൊന്ന് കരി വരച്ചുകൂടാ? എനിക്കൊരു നല്ലൊരു തുണി ഇട്ടുകൂടാ? അതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. കൂടിപ്പോയി എനിക്ക് പറയാനായിട്ട് എൻ്റെ ഭർത്താവുണ്ട്. വേറെ ആരും എനിക്ക് ഉപദേശിക്കാൻ വരണ്ട. കുറേ ദിവസം കൊണ്ട് ഞാൻ കേൾക്കാം. ഞാൻ ജീവിക്കുന്നത് 15ാം നൂറ്റാണ്ടിലൊന്നുമല്ല, 21ാം നൂറ്റാണ്ടിലാണ്. പെണ്ണുങ്ങൾ ഈ നൂറ്റാണ്ടിൽ 4 ചുവരിനുള്ളിലല്ല ജീവിക്കുന്നത്. അതിൻ്റെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്തോന്ന് എടുക്കാനാണ്? ബോധമുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. നിങ്ങളെ പോലുള്ള വീട്ടിൻ്റെ അകത്തിരിക്കുന്ന പെണ്ണുങ്ങളോട് പറഞ്ഞിട്ട് എന്തോന്ന് എടുക്കാൻ? എനിക്ക് നാട്ടുകാരുള്ളതും പറഞ്ഞാൽ അത് അവരോട് പറയണം, അത് അവളെ കാര്യമാണ്. എൻ്റെ ഒന്ന് പറയാൻ എന്തിനു എന്ന് അവരോട് മറുപടി പറയാതെ ഇവിടെ വന്നുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. ആദ്യം ആ നാട്ടുകാരോട് ചെന്നൊന്ന് നന്നാവാൻ പറയൂ, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാം. പിന്നെ അമ്മേ, ഈ അടിക്കുന്ന കാച്ചിലൊക്കെ വേലി കെട്ടാൻ പോയാലും കുരയ്ക്കുന്ന പട്ടിക്കൊക്കെ കല്ലെറിയാൻ പോലും അതിനേ നേരം വരുള്ളൂ. നാട്ടുകാരെ നോക്കി അവരുടെ ഇഷ്ടത്തിനൊന്നും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനേ ജീവിക്കാൻ കഴിയുള്ളൂ. അത് അമ്മ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അമ്മ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. ഞാൻ ഒരുങ്ങുന്നതും ഒരുങ്ങാത്തതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഒരുങ്ങി തീരാറ്, ഇപ്പോൾ ഇറങ്ങാം.